തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കാൻ തിടുക്കം വേണ്ടെന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംയുക്ത സമരസമിതിയുമായി ഉദ്യോഗസ്ഥർ തുടർ ചർച്ചകൾ നടത്തും. പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ. സലീം മാലിക് തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെയും വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളത്. സലീം, എവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി മാറ്റുക എന്നതായിരുന്നു ആദ്യത്തെ ആലോചന. അതിൽ വലിയ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ അവരെ മാറ്റാതെ മറ്റ് സാധ്യതകൾ ആരായുക, പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ സർക്കാർ ആലോചിക്കുന്നത്? ഇതിൽ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ജി.കെ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് ഒരു കടുംപിടുത്തം വേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വൈകാരികമായ പ്രശ്നമായി മുതലപ്പൊഴി മാറി അതിന് സർക്കാരിന് വലിയ തലവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എടുത്തുചാടിയുള്ള തീരുമാനങ്ങളിലേക്കും ഒരു തിടുക്കത്തിലേക്കും കടക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. ഒരു വലിയ ശക്തമായ മഴ ഉടൻ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രമ്യമായി ഇക്കാര്യം പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊഴിമുറിക്കൽ നടപടി ഉണ്ടാവില്ല. ഇന്നലെ പൊഴിമുറിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് ശേഷം ഇന്ന് വീണ്ടും എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ വേണ്ട എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ആദ്യം മത്സ്യത്തൊഴിലാളികളുമായും സംയുക്ത സമര സമിതിയുമായും സർക്കാർ ചർച്ച നടത്തും. അതിനുശേഷം എന്തുകൊണ്ടാണ് പൊഴിമുറിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവരെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രം മതി അടുത്ത തീരുമാനത്തിലേക്ക് എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. മാത്രമല്ല, ദുരന്ത നിവാരണ നിയമപ്രകാരം വേണമെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും കേസെടുക്കാനും സർക്കാരിനും പോലീസിനും ഇപ്പോൾ കഴിയും. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടിയും ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ തീരുമാനം. കാരണം അത് വൈകാരികമായ മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പൊഴി മുറിക്കുന്നുവെങ്കിൽ അത് ഒരു വള്ളവും ബോട്ടുമൊക്കെ പോകാൻ പാകത്തിന്, മത്സ്യബന്ധനത്തിന് പോകാൻ പാകത്തിന് പൊഴി മുറിക്കൂ എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യും. പക്ഷേ ഈ ഉറപ്പുകളും ചർച്ചയ്ക്കും അപ്പുറം അവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആലോചന. അതിൽ ആദ്യത്തെ കാര്യം, ഡ്രഡ്ജർ എത്തിക്കാതെ മറ്റൊരു അനുനയത്തിനും ഇവർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടേക്ക് ഒരു ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ആദ്യം പൊഴി മുറിച്ച് വളരെ വേഗത്തിൽ പൊഴി മുറിക്കുക, അതിനുശേഷം മണൽ നീക്കം ചെയ്യുക എന്നുള്ള നിലയിലാകും സർക്കാർ ഇപ്പോൾ കടക്കുന്നത്. തൽക്കാലം അവിടെ നിന്ന് ജോലിക്കായുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള ആലോചനകൾ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നില്ല. അതിനപ്പുറത്തേക്ക് മണൽ നീക്കം വേഗത്തിലാക്കാനും രാത്രിയും പകലുമായി മണൽ നീക്കം മാറ്റാനുമുള്ള നടപടികൾ, ഡ്രഡ്ജർ വേഗത്തിൽ എത്തിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് സർക്കാർ. ജി.കെ. സലീം മാലിക്, തിരുവനന്തപുരത്ത് നിന്ന്.